ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞു. നമുക്ക് ഇനി ഇവിടുന്ന് സോപ്പൂര് എന്ന് പറയുന്ന മാർക്കറ്റിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. കാരണം അവിടെ നിന്നാണ് നമുക്ക് റിട്ടേൺ ലോഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു ശരിക്കും നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയി വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഏജന്റുമായിട്ട് നമ്മളത് സംസാരിക്കണമെങ്കിൽ നമുക്ക് ലോഡ് സെറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് 40 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് അങ്ങോട്ടത്തേക്ക്. അപ്പോൾ ഞങ്ങൾ പെതി അങ്ങോട്ടത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ വഴിയാണ്, അപ്പം നമുക്ക് ഒത്തിരി സ്പീഡിലൊന്നും പോകാൻ പറ്റത്തില്ല. അതുമല്ല വണ്ടിക്കാർ നല്ല ഫാസ്റ്റായിട്ടാണ് വരുന്നത് ഈ റൂട്ടിൽ കൂടെ. നമ്മൾ പെരിയെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. 60 കിലോമീറ്റർ കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ 60 കിലോമീറ്റർ ഉണ്ട്. ഇപ്പൊ നല്ലതായിട്ട് മഞ്ഞ് കയറി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മാർക്കറ്റിലെത്തിയപ്പോൾ 3 കേരള വണ്ടി കിടപ്പുണ്ട്. അപ്പം കുറേ ചേട്ടന്മാരും ഉണ്ട്. അപ്പം നമുക്ക് അവരെ കൂടെ പോയി ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. തണുപ്പുണ്ടോ? നല്ല തണുപ്പാണ്, താങ്ങാൻ പറ്റാത്ത തണുപ്പാണ്. ഇവരാണ് നമ്മുടെ പുതിയ ഫ്രണ്ട്സ്. ഇവിടെ വന്ന് നമുക്ക് കിട്ടിയ ആൾക്കാരാണ്. എല്ലാവരും പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ്. പറ, എവിടുന്നാ? നമ്മൾ തിരൂര്, മലപ്പുറം തിരൂർ. പേര് പറയുമ്പോൾ ഒരു നാണമുണ്ട് കൈക്ക്. എവിടോ? ഞാൻ പാലക്കാട് സ്വദേശി. പറ. വയനാട് രവി. ഷഫീഖ് തിരൂർ. ഒറ്റപ്പാലം അബ്ദുൽ അസീസ്. ഇവരൊക്കെ പിന്നെ നമുക്കറിയാം, നമ്മുടെ വണ്ടി വന്ന 2 ടീമുകളാണ്. അത് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അത് തന്നെ, ഒരു രക്ഷയില്ല. വമ്പ തണുപ്പാണ്. നമ്മളെ ശരിക്കും വരേണ്ട മാർക്കറ്റ് ഇതല്ലായിരുന്നു, സോഫിയ മാർക്കറ്റിലേക്ക് നമ്മൾ പോകേണ്ടത്. ഇവിടെ വന്നു പറ്റത് സോപ്പൂർ മാർക്കറ്റിലാണ്. അവിടുന്നാണ് കേരളത്തിലേക്ക് കൂടുതലും ക്വാളിറ്റി കൂടിയ ആപ്പിൾ കയറി പോകുന്നത്. അപ്പോൾ ഇവിടെ കയറുന്നില്ല എന്നല്ല, ഇവിടെ കയറും, പക്ഷേ ഇവിടെ കുറവാ സാധനം, ലോഡ് കുറവാണ്. പിന്നെ വാടകയും വളരെ കുറവാണ്. ഇപ്പോൾ നമ്മളിപ്പം ഡൽഹിയിൽ ഇറക്കി അവിടുന്ന് കാശ്മീരിലേക്ക് ബ്രിക്സ് എടുത്തിട്ടാണ് വന്നത്. ബ്രിക്സ് അതും കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുവാണ്. നാളത്തേക്ക് എന്തെങ്കിലും ആവുമെന്നാണ് പറഞ്ഞത്. എന്തായാലും നല്ല വൈബ് കാലാവസ്ഥയാണ്. നല്ല തണുപ്പുണ്ടല്ലേ? നമ്മൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് തണുപ്പുമില്ല, പിന്നെ വെയിലുമില്ല, ചൂടുമില്ല, ഊണുമില്ല, ഉറക്കമില്ലാതെ ഇതൊക്കെ കൊണ്ട് കൊടുത്ത് നാട്ടിൽ നമ്മളെ കേരളത്തുകാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ലോറി ഡ്രൈവർമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു അലർജി പിടിച്ച വസ്തുക്കളെ മാതിരിയാണ് കാണുന്നത്. ഒരു അലർജി പിടിച്ച വസ്തുവിനെ നമ്മൾ കാണില്ലേ, ആ അവസ്ഥയിലാണ് ലോറി ഡ്രൈവർമാരെ കാണുക. പക്ഷെ ഞങ്ങൾ കഷ്ടപ്പെടുന്നത് എന്താണെന്നുള്ളത് ആർക്കും അറിയൂല. ശരിക്കും നമ്മളെ ഈ ട്രാൻസ്പോർട്ട്, ഈ റോഡ് ട്രാൻസ്പോർട്ട് മേഖല ഒന്ന് സ്തംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ റോക്കറ്റ് വിടും പോലെ ആയിരിക്കും ഓരോ സാധനത്തിന് വില കൂടുന്നത്. അതിനിപ്പോ കണ്ണൂര് സമരം തുടങ്ങാൻ പോവാണ്, ലോറി വാടക കൂട്ടണം എന്ന് പറഞ്ഞിട്ട്. അത് നിർബന്ധമായിട്ടും കൂട്ടേണ്ട കാര്യമല്ലേ? പക്ഷേ 20 വർഷമായിട്ട് നമുക്ക് ലോറി വാടക കൂടിയിട്ടില്ല. ബസ് ചാർജ് കൂടി, ഓട്ടോ ചാർജ് കൂടി, ടാക്സി ചാർജ് കൂടി. ഈ ഡീസലിന് 100 രൂപ ആയാലും നമുക്ക് ലോറിക്കാർക്ക് വാടക ഇല്ല. ഇനിയിപ്പോ വാടക എങ്ങാനും ബൈ ചാൻസ് കയറ്റി വെച്ചെന്നു വെച്ചോ, അത് കമ്മിയാക്കി ഓടാൻ നമ്മളെ കൂട്ടത്തിൽ തന്നെ ആൾക്കാരും. ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഫെയർ വണ്ടിക്കില്ല. ഒരു അതാ വേണ്ടത്. ഒരു കാലത്തിനൊത്ത് മാറ്റം എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലും മാറ്റം വരണം. ഇപ്പൊ നമ്മൾ ഡൽഹിയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് റബ്ബർ പാല് കയറ്റി വന്നതാണ്. 1,27,000 ഉറുപ്പ്യ വാടകയിൽ വന്നാ ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കി നോക്കുമ്പോൾ 1,47,000 ഉറുപ്പ്യ കയ്യിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ എന്താ ലാഭം ഉണ്ടാവുക? എന്താ ഡ്രൈവർക്ക്, അല്ലെങ്കിൽ ഡ്രൈവർക്ക് ശമ്പളം കിട്ടുമായിരിക്കുക, പക്ഷെ മുതലാളിക്ക് എന്താ ഉള്ളത്? 30-35 ലക്ഷം രൂപ മുടക്കിയിട്ട് എടുത്ത ഒരു വണ്ടി ഓണർക്ക് 1 ഉറുപ്പ്യ വാടക ബാക്കി കൊടുക്കാൻ ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ തണുപ്പത്ത് ഇങ്ങോട്ട് കയറി വന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കയറി വരേണ്ട ആവശ്യം വരുന്നില്ല. ഞങ്ങളങ്ങനെ രാവിലെ മാർക്കറ്റിനകത്തൊക്കെ ഒന്ന് കയറുവാണ്. എങ്ങനെയുണ്ടോ നോക്കാം. രാവിലെ ഇവിടെ പച്ചക്കറി ഒന്നും കഴിച്ചിട്ടൊരു കാര്യമില്ല. ശരീരം ചൂടാക്കുന്ന എന്തെങ്കിലും കിട്ടുമെന്നുള്ള തപ്പിപ്പോവാ. അതേണ്ട ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങളിന്ന് രാവിലെ ഫുള്ള് ടോയ്ലറ്റ് തപ്പുമായിരുന്നു നടന്ന്. പിന്നെ അവിടെ ഉണ്ട്. അത് നല്ല കാര്യമല്ലേ, വൃത്തിയായിരിക്കണം. ഇവിടെ ചെരുപ്പ് ഊരിയിട്ടേ ബാത്റൂമിനകത്ത് കയറ്റത്തുള്ളവര്. തരുവോ? ഇല്ലില്ല, ചെരുപ്പുണ്ട്. ഇതും ടോയ്ലറ്റ് ആണല്ലോ. ബോക്സ് അപ്പോഴൊക്കെ ഇരിക്കുന്നുണ്ടാ. ഈ സാധനം നമ്മുടെ അവിടെ വരുന്നേ. ചെറിയൊരു പച്ചക്കറി കാര്യങ്ങളെല്ലാം മേടിക്കാൻ കിട്ടുമല്ലോ. അങ്ങനെ മാർക്കറ്റിൽ പോയി നമ്മൾ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. കുറച്ച് ചിക്കൻ മേടിച്ചു. ചിക്കൻ ഇവിടെ വിലക്കുറവാണ്, 150 രൂപയേ ഉള്ളൊരു കിലോയ്ക്ക്. അങ്ങനെ നമ്മൾ സാധനം എല്ലാം മേടിച്ച് വണ്ടിയിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട്
വീണ്ടും കാണുന്നവരെ വണക്കം.